ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അക്യുവേദ ലേണിംഗ് ഹബ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഡിപ്രീസിയേഷൻ. എന്താണ് ഡിപ്രീസിയേഷൻ നോക്കാം. മീനിങ് ഓഫ് ഡിപ്രീസിയേഷൻ. Depreciation is an accounting method of allocating the cost of tangible or physical asset over its useful life or life expectancy. Depreciation represents how much of an asset's value has been used up. അതായത് ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള ഫിക്സഡ് അസറ്റുകൾക്കാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക. അതായത് ഫിക്സഡ് അസറ്റ് സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വാല്യൂ കുറഞ്ഞു വരുന്നുണ്ട്. ആ വാല്യൂ കുറഞ്ഞു വരുന്ന അതിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ തേയ്മാനം. അതായത് നമ്മുടെ ഫിക്സഡ് അസറ്റ്, അതായത് ഫിസിക്കലായിട്ടുള്ള ആ അസറ്റിന് വരുന്ന തേയ്മാനത്തിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കാറ് വാങ്ങി 5 ലക്ഷം രൂപയ്ക്ക്. ആഫ്റ്റർ 1 ഇയർ നമ്മളിപ്പോൾ അത് വിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ വാങ്ങുമ്പോഴുള്ള വിലയല്ലല്ലോ വിൽക്കുമ്പോൾ കിട്ടുക. ആ വരുന്ന ചേഞ്ചിനെയാണ് നമ്മൾ ആ എമൗണ്ടിൽ വരുന്ന ആ വ്യത്യാസമാണ് ഡിപ്രീസിയേഷൻ. അങ്ങനെ ഓരോ വർഷം കഴിയുന്തോറും വാല്യൂ കുറഞ്ഞു വരും. അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് ഡിപ്രീസിയേഷൻ. 4 പോയിൻ്റാണ് മെയിനായിട്ടുള്ളത്. ഇറ്റ് ഈസ് എ ഡിക്ലൈൻ ഇൻ ദ ബുക്ക് വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്. അതായത് ഫിക്സഡ് അസറ്റിൻ്റെ ബുക്ക് വാല്യൂവിൽ കുറവ് വരുന്നത് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് കൊണ്ടാണ്. പിന്നെ സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് എ ഗ്രാജുവൽ ആൻഡ് കണ്ടിന്യൂസ് ഡിക്ലൈൻ ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്. അതായത് ഫിക്സഡ് അസറ്റിൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസിയിൽ കണ്ടിന്യൂസ് ആയിട്ടും ആൻഡ് ഗ്രാജുവൽ ആയിട്ട് കുറവ് വരുന്നു. അത് ഒരു ഡിപ്രീസിയേഷൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ തേർഡ് വൺ, ഇറ്റ് ഇൻക്ലൂഡ്സ് ലോസ് ഓഫ് വാല്യൂ ഓഫ് അസറ്റ്സ് ഡ്യൂ ടു പാസേജ് ഓഫ് ടൈം, യൂസേജ് ഓർ ഒബ്സലൻസ്. അതായത് അസറ്റിൻ്റെ യൂസേജ്, ഒബ്സലൻസ്, പാസേജ് ഓഫ് ടൈം കൊണ്ടൊക്കെ അസറ്റിൻ്റെ വാല്യൂ ലോസ് ആവുന്നു എന്നത് ഡിപ്രീസിയേഷൻ്റെ അടുത്തൊരു ഫീച്ചറാണ്. പിന്നെ ഫോർത്ത് വൺ, ഇറ്റ് ഈസ് എ കണ്ടിന്യൂയിങ് പ്രോസസ് അണ്ടിൽ ദ എൻഡ് ഓഫ് ദ യൂസ്ഫുൾ ലൈഫ് ഓഫ് ഫിക്സഡ് അസറ്റ്. അതായത് ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരു ഫിക്സഡ് അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് മൊത്തം നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ. ഫസ്റ്റ് വൺ, ഡിപ്ലീഷൻ. എന്താണ് ഡിപ്ലീഷൻ? The value of wasting assets like mines, forests, etc. depends on the quantum of minerals, wood stored in the mines and forest. അതായത് നാച്ചുറൽ റിസോഴ്സസിൻ്റെ വാല്യൂയിൽ ഉണ്ടാകുന്ന കുറവിനെയാണ് ഡിപ്ലീഷൻ എന്ന് പറയുക. അതായത് നമ്മുടെ മിനറൽസ്, വുഡ്സ് അതൊക്കെ ഇല്ലേ, അതിലൊക്കെ വരുന്ന ആ കുറവിനെയാണ് നമ്മൾ ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, ആക്സിഡൻറ്റ്. Different assets may become useless and valueless to some accident like fire, flood, earthquake, etc. Then the entire value of the assets so destroyed shall be written off as depreciation. അതായത് നമ്മുടെ അസറ്റിന് ഫയർ കൊണ്ടോ ഫ്ലഡ് കൊണ്ടോ എർത്ത് കൊണ്ടോ ഒക്കെ നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ കുറയാം, ഉപയോഗമില്ലാതെ ആവാം. ഇപ്പം ഫോർ എക്സാമ്പിൾ, ബിൽഡിങ്ങിന് തീ പിടിക്കുമ്പോൾ, അതേപോലെ ഫ്ലഡ് വരുമ്പോൾ, ഭൂകമ്പം വരുമ്പോൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ അസറ്റിന് വാല്യൂ കുറയാം. ഇതുകൊണ്ടൊക്കെ ഡിപ്രീസിയേഷൻ ഉണ്ടാവാമെന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ്, എഫ്ലുക്സ് ഓഫ് ടൈം. എഫ്ലുക്സ് ഓഫ് ടൈം എന്താണ്? Assets like leasehold properties, patent rights, copyrights, etc. are reduced with the passage of time, irrespective of the use of the asset. Whether the asset is used or not, that is immaterial. Depreciation is charged for the expert of time. അതായത് ഒരു അസറ്റ് ഉപയോഗിക്കുന്നില്ല എങ്കിലും നമുക്ക് ആ അസറ്റിന് തേയ്മാനം വരും. അതായത് കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ വാങ്ങുമ്പോഴുള്ള അതേ വാല്യൂ കിട്ടൂല. നമ്മളത് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും നമ്മളത് പിന്നീട് അത് വിൽക്കുമ്പോൾ നമുക്ക് ആ വാങ്ങിയ വിലയായിരിക്കില്ല കിട്ടുക, ആ വസ്തുവിൻ്റെ വില കുറയും. അതിനെയാണ് എഫ്ലുക്സ് ഓഫ് ടൈം എന്ന് പറയുക. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പാസേജ് ഓഫ് ടൈം. അടുത്ത പോയിന്റ്, പെർമനൻറ്റ് ഫാൾ ഇൻ മാർക്കറ്റ് പ്രൈസ്. The value of some assets like shares, debentures, bonds, etc. depends on the market value of them. If the market of shares of debentures falls permanently, the reduced value of shares or debentures, etc. shall be treated as depreciation. അതായത് ചില അസറ്റ്സ് ലൈക്ക് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോണ്ട്സ് അങ്ങനെയൊക്കെയുള്ള അസറ്റ്സിൻ്റെ മാർക്കറ്റ് വാല്യൂ ചിലപ്പോൾ ഇടിയാം. അങ്ങനെ ആ മാർക്കറ്റ് വാല്യൂ കുറയുമ്പോൾ ആ കുറഞ്ഞ വാല്യൂവിനെ നമ്മൾ ഡിപ്രീസിയേഷനായിട്ട് ട്രീറ്റ് ചെയ്യും. അതാണ് പെർമനൻറ്റ് ഫാൾ ഇൻ മാർക്കറ്റ് പ്രൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത പോയിന്റ്, ഒബ്സലസൻസ്. എന്താണ്? വിത്ത് ദ അഡ്വാൻസ്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, new and advanced types of assets are invented.
the old asset became obsolete and the use of such assets became non-profitable. So the value of asset decreased due to obsolescence is treated as depreciation. ഒബ്സലസൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു അസറ്റ് അത് കാലഹരണപ്പെട്ടു പോകുന്നതിനെയാണ് ഒബ്സലസൻസ് എന്ന് പറയുന്നത്. അതായത് ടെക്നോളജീസ് ചേഞ്ചസ് വരുന്നില്ലേ, ന്യൂ ആൻഡ് അഡ്വാൻസ്ഡ് ടൈപ്സ് ഓഫ് അസറ്റ്സ് ആർ ഇൻവെൻറ്റഡ്. അതായത് പിന്നെ പുതിയ രീതിയിലും അഡ്വാൻസ്ഡ് ടൈപ്പായിട്ടുള്ള അസറ്റ്സ് ഒക്കെ ഇൻവെൻറ്റ് ചെയ്യുന്നുണ്ട്, പുതിയ ടെക്നോളജി വരുന്നുണ്ട്. അങ്ങനെ ആ ടെക്നോളജി വരുന്നത് കൊണ്ട് നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു പോകുന്നതിനെയാണ് നമ്മൾ ഒബ്സലസൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കീപാഡ് ഫോണാണ്. ഈ കീപാഡ് ഫോൺ തന്നെ നമ്മളത് പിന്നീട് എന്തായി, ഇപ്പോൾ ഇതാ ടച്ച് ഫോണിലേക്ക് മാറി. അങ്ങനെ ആ പഴയ ആ ടൈപ്പ് ഫോണ് കാലഹരണപ്പെട്ടു പോയി. അപ്പം അതിനെയാണ് ഒബ്സലസൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഡിപ്രീസിയേഷനായിട്ട് ട്രീറ്റ് ചെയ്യും. ഇനി അടുത്തത് ഫാക്ടേഴ്സ് കൺസിഡേർഡ് ഫോർ ഡിറ്റർമൈനിങ് ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ. അതിലെന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഒറിജിനൽ കോസ്റ്റ് പ്രൈസ് ഓഫ് ആൻ അസറ്റ്, സ്ക്രാപ്പ് ഓർ റെസിജ്വൽ വാല്യൂ ഓഫ് ആൻ അസറ്റ്, estimated effective life of an asset, required amount of repair, renewal and replacement in future, and the last one possibility of obsolescence. നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ, ഒറിജിനൽ കോസ്റ്റ് പ്രൈസ് ഓഫ് ആൻ അസറ്റ്. അതായത് the amount of depreciation of an asset absolutely depends on the original cost of the relevant asset. The original cost of an asset includes the purchase price of the asset, expenses in relation to purchasing and bringing in the asset into the workplace, and expenses for making the asset usable. അതായത് നമ്മുടെ അസറ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യാനെടുത്ത് നമ്മുടെ ആ പർച്ചേസ് പ്രൈസ്, അസറ്റ് പർച്ചേസ് ചെയ്യാനെടുത്ത് ആ പർച്ചേസ് പ്രൈസ്, അതേപോലെ നമ്മൾ ആ പർച്ചേസ് ചെയ്ത അസറ്റിനെ നമ്മുടെ വർക്ക് പ്ലേസിലേക്ക് കൊണ്ടുവരാൻ നമുക്കുണ്ടായ എക്സ്പെൻസ്, അതേപോലെ നമുക്കത് യൂസബിളായിട്ട് ഇപ്പം നമ്മുടെ അസറ്റ് നമ്മുടെ വർക്ക് പ്ലേസിൽ സ്ഥാപിക്കാനൊക്കെ നമുക്ക് ചില എക്സ്പെൻസസ് ഒക്കെ ഉണ്ടായിരിക്കാം. ആ എക്സ്പെൻസ് അതെല്ലാം കൂട്ടിയിട്ടാണ് ഒറിജിനൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ആ ഒറിജിനൽ കോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക. അതാണ് ഫസ്റ്റ് ഫാക്ടർ, ഒറിജിനൽ കോസ്റ്റ് പ്രൈസ് ഓഫ് ആൻ അസറ്റ്. ഇനി സെക്കൻഡ് വൺ, സ്ക്രാപ്പ് ഓർ റെസിജ്വൽ വാല്യൂ ഓഫ് ആൻ അസറ്റ്. Scrap value is the worth of a physical asset's individual components when the asset itself is deemed no longer usable. After a long-time asset such as machinery, vehicle or furniture has gone through its useful life, it may be disposed of. Scrap value is also known as residual value, salvage value or breakup value. എന്താണ് സ്ക്രാപ്പ് വാല്യൂ? അതായത് ഒരു പഴയ ഒരു വീട് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണെന്ന് വിചാരിക്കാം. എങ്കിൽ അതിന് ലഭിക്കുന്ന ആ വാല്യൂവിനെയാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. അതായത് നമ്മൾ അതിൽ യൂസ് ചെയ്യാൻ അതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചില സാധനങ്ങൾ ഉണ്ടാവില്ലേ വേറെ, ഇപ്പോൾ പഴയ വീട്ടിൽ തന്നെ നമുക്ക് കേടുപാടില്ലാത്ത കല്ല്, അതേപോലെ ഈ ഡോറിൻ്റെയൊക്കെ മരമൊക്കെ ഇല്ലേ, ആ മരങ്ങൾ, ഓടുകൾ, അതൊക്കെ നമുക്ക് മറ്റാവശ്യങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. എന്നാൽ ആ വീട് മൊത്തമായിട്ട് നമുക്ക് യൂസ്ഫുൾ കണ്ടീഷനിലുമല്ല. അങ്ങനെയുള്ള പ്രോപ്പർട്ടിയുടെ വാല്യൂവിനെയാണ് നമ്മൾ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റെസിജ്വൽ വാല്യൂ, സാൽവേജ് വാല്യൂ, ബ്രേക്കപ്പ് വാല്യൂ. ബ്രേക്കപ്പ് വാല്യൂ എന്നും സാൽവേജ് വാല്യൂ എന്നും റെസിജ്വൽ വാല്യൂ എന്നും സ്ക്രാപ്പ് വാല്യൂ അറിയപ്പെടുന്നുണ്ട്. ഇനി അടുത്ത ഫാക്ടറാണ് എസ്റ്റിമേറ്റഡ് എഫക്റ്റീവ് ലൈഫ് ഓഫ് ആൻ അസറ്റ്. The effective life of an asset, the estimated period during which the business enterprise will enjoy the services of the relevant asset and on expiry of which period the asset will become unsuitable for use and hence to be discarded. അതായത് ഒരു ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ ഫുള്ളി ഡിപ്രീസിയേറ്റ് ചെയ്യുന്നതിന് മുൻപ് ആ അസറ്റിൻ്റെ ആവറേജ് നമ്പർ ഓഫ് ഇയേഴ്സും എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത്. അതായത് എസ്റ്റിമേറ്റഡ് ലൈഫ് സ്പാൻ ഓഫ് ഡിപ്രീസിയബിൾ ഫിക്സഡ് അസറ്റ്. അതായത് ഒരു ഫിക്സഡ് അസറ്റിൻ്റെ എസ്റ്റിമേറ്റഡ് ലൈഫ് സ്പാൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതാണ് എസ്റ്റിമേറ്റഡ് എഫക്റ്റീവ് ലൈഫ് ഓഫ് ആൻ അസറ്റ്. അടുത്ത പോയിന്റ്, റിക്വയർഡ് എമൗണ്ട് ഓഫ് റിപ്പയർ, റിന്യൂവൽ ആൻഡ് റീപ്ലേസ്മെൻറ്റ് ഇൻ ഫ്യൂച്ചർ. അതായത് the amount of depreciation should be determined to such extent that the required amount of repair, renewal or replacement can be accumulated over the lifespan of the asset.
ഒരു അസറ്റിൻ്റെ ലൈഫ് സ്പാനിൽ ആ അസറ്റിൻ്റെ എമൗണ്ട് ഓഫ് റിപ്പയർ, റിന്യൂവൽ, റീപ്ലേസ്മെൻ്റ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്ത് എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നു. എന്താണ്? ഒരു അസറ്റിൻ്റെ ആ ഒരു ലൈഫ് ടൈമില്ലേ, ആ ഒരു ലൈഫ് ടൈമിൽ ആ അസറ്റിൻ്റെ റിപ്പയറിൻ്റെ, റിന്യൂവലിൻ്റെ, റീപ്ലേസ്മെൻറ്റിൻ്റെ ഒക്കെ എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇതാണ് അടുത്ത ഫാക്ടർ. ഇനി നെക്സ്റ്റ്, പോസിബിലിറ്റി ഓഫ് ഒബ്സലസൻസ്. നമ്മൾ ഒബ്സലൻസ് നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ? എന്താണ് ഒബ്സലസൻസ്? അതായത് ഒരു അസറ്റിൻ്റെ വാല്യൂ കാലഹരണപ്പെട്ടു പോകുന്നതിനെയാണ് നമ്മൾ ഒബ്സലസൻസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? വിത്ത് ദ അഡ്വാൻസ്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ന്യൂ ടൈപ്സ് ഓഫ് മെഷീൻസ് ആൻഡ് മെത്തേഡ്സ് ആർ ഇൻവെൻറ്റഡ്. വിത്ത് ദ എമർജൻസ് ഓഫ് ന്യൂ മെഷീൻസ് ആൻഡ് മെത്തേഡ്സ്, ഓൾഡ് മെഷീൻസ് face the threat of obsolescence. If there is the possibility of obsolescence within a very short period, the amount of depreciation will increase and vice versa. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, പുതിയ തരത്തിലുള്ള സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ് കൊണ്ടും പുതിയ പുതിയ മെഷീൻസും മെഷീൻ ടൈപ്പും മെത്തേഡൊക്കെ ഇൻവെൻറ്റ് ചെയ്യുന്നു ഇന്നത്തെ കാലത്ത്. അപ്പം അങ്ങനെയുള്ള ന്യൂ മെഷീൻസും മെത്തേഡ്സിൻ്റെയൊക്കെ എമർജൻസ് കൊണ്ട് നമ്മുടെ പഴയ മെഷീൻസിന് ഒബ്സലസൻസ് ഉണ്ടാകുന്നു, കാലഹരണപ്പെട്ടു പോകുന്നു. ഇഫ് ദർ ഈസ് ദ പോസിബിലിറ്റി ഓഫ് ഒബ്സലസൻസ് വിത്തിൻ എ വെരി ഷോർട്ട് പീരീഡ്, ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ വിൽ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ്. അതായത് നമ്മുടെ ഒബ്സലസൻസിൻ്റെ പോസിബിലിറ്റി അനുസരിച്ച്, ആ ഷോർട്ട് പീരീഡിൽ നമ്മുടെ ഒബ്സലസൻസിൻ്റെ പോസിബിലിറ്റി അനുസരിച്ച് നമ്മുടെ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ കൂടാം കുറയാം. അതാണ് പോസിബിലിറ്റി ഓഫ് ഒബ്സലസൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളിന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? എന്താണ് ഡിപ്രീസിയേഷൻ, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ കോസസ് ആൻഡ് അതിൻ്റെ ഫാക്ടേഴ്സ്, എത്രയേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്ത പാർട്ടിൽ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റും അതിൻ്റെ മെത്തേഡ്സും പഠിക്കും. അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.